നമസ്കാരം. അയർലൻഡിലെ ഇന്നത്തെ ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അയർലൻഡിൽ ഔട്ട് പേഷ്യന്റ് ഹോസ്പിറ്റൽ കെയറിനായി 6,12,000 പേർ കാത്തിരിക്കുന്നു. പാൻഡമിക്കിനെ തുടർന്ന് മാറ്റിവെച്ച ലിവിംഗ് സെറ്റ് പരീക്ഷകൾ പുനരാരംഭിക്കുന്നു. 1,50,000 യൂറോ വില വരുന്ന അനധികൃത നായ്ക്കുട്ടി വളർത്തൽ പിടികൂടി. 853 ഡബ്ലിൻ വീടുകൾക്കുള്ള പ്രപ്പോസൽ നിരസിച്ചുകൊണ്ട് കൗൺസിലേഴ്സ്. ഡബ്ലിൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ വെയർഹൌസിൽ തീപിടുത്തം. പുറത്തൊരുമിച്ചുകൂടി മദ്യപിക്കുന്നതിനുള്ള പിഴ ഈടാക്കുന്ന പദ്ധതി ഗവൺമെന്റ് പിൻവലിച്ചു. ബിസിനസ്സുകൾക്ക് ഇന്നു മുതൽ CRSSനായി അപേക്ഷിക്കാം. വിശദാംശങ്ങളിലേക്ക്. നാഷണൽ ട്രീറ്റ്മെന്റ് പർച്ചേസ് ഫണ്ടിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒക്ടോബർ അവസാനത്തോടെ 6,12,817 ആളുകൾ അയർലൻഡിൽ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റിനായി വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ഒരു കൺസൾട്ടന്റിനെ കാണാൻ കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം അയർലൻഡിൽ ആദ്യമായാണ് റെക്കോർഡ് നിലയിലേക്ക് എത്തുന്നത്. കോർക്ക്, സൗത്ത് ടിപ്പറി, കെറി, വാട്ടർഫോർഡ് എന്നിവിടങ്ങളിലെ ഔട്ട് പേഷ്യന്റുകളുടെ എണ്ണം അയർലൻഡിലെ മറ്റ് കൗണ്ടികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. മൊത്തത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി വെയിറ്റിംഗ് ലിസ്റ്റുകളിൽ 8,44,000-ലധികം ആളുകൾ അയർലൻഡിലുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2,500-ൽ പരം കുട്ടികൾക്ക് തിങ്കളാഴ്ച മുതൽ ലിവിംഗ് സെറ്റ് പരീക്ഷകൾ ആരംഭിച്ചു. പകുതിയിലധികം പേർ 1-2 വിഷയങ്ങളിൽ മാത്രമാണ് പരീക്ഷ എഴുതുന്നത്. കൊറോണ വൈറസ് പാൻഡമിക് മൂലം മെയ് മാസത്തിൽ നടത്താനിരുന്ന ലിവിംഗ് സെറ്റ് പരീക്ഷയാണ് ഈ മാസം നടത്തുന്നത്. ഡിസംബർ 11 വരെ നടക്കുന്ന ലിവിംഗ് സെറ്റ് എഴുത്തു പരീക്ഷകളിൽ 2,569ഓളം കുട്ടികൾ ഇപ്പോഴും പങ്കെടുക്കാൻ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. അയർലൻഡിൽ അനധികൃതമായ രീതിയിൽ നായ്ക്കുട്ടികളെ വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഗാർഡ് നടത്തിയ റെയ്ഡിൽ 1,50,000 യൂറോ വിലമതിക്കുന്ന 32 നായ്ക്കളെയും 4 കുതിരകളെയും പിടികൂടി. വടക്കൻ ഡബ്ലിനിലെ ബാൽഡോയിൻ പ്രദേശത്ത് നടത്തിയ റെയ്ഡിലാണ് മൃഗങ്ങളെ കണ്ടെടുത്തത്. പിടിച്ചെടുത്ത നായ്ക്കളിൽ ചിഹുവാസ്, ജാക്ക് റസൽസ്, പഗ് എന്നിവ ഉൾപ്പെടുന്നു. പിടിച്ചെടുത്ത മൃഗങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തന ഏജൻസികളുടെ സംരക്ഷണയിലാണെന്നും ഗാർഡ് അറിയിച്ചു. 44 മില്യൺ യൂറോ വിലമതിക്കുന്ന നഗരത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഒരു സ്വകാര്യ ഡെവലപ്പർക്ക് വിൽക്കാനുള്ള നീക്കം ഡബ്ലിനിലെ കൗൺസിലർമാർ തടഞ്ഞു. ഡബ്ലിനിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ വെയർഹൌസിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഡബ്ലിനിലെ താലായിലെ ആളുകൾക്ക് വീടിനുള്ളിൽ തന്നെ കഴിയുവാനും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പ്. അയർലൻഡിലെ ആളുകൾ മദ്യപിക്കാൻ പുറത്തൊത്തുകൂടുന്നതിനുള്ള പിഴ ചുമത്തൽ നിർദ്ദേശം സർക്കാർ പിൻവലിച്ചു. മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി സർക്കാർ പാർട്ടിയിലെ 3 നേതാക്കളും ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെടുത്ത തീരുമാനത്തെ തുടർന്നാണ് പിഴ ഈടാക്കുന്നത് പിൻവലിച്ചത്. യോഗ്യതയുള്ള ബിസിനസ്സുകൾക്ക് ഇന്നു മുതൽ ഗവൺമെന്റിന്റെ CRSS അതായത് കോവിഡ് റെസ്ട്രിക്ഷൻ സപ്പോർട്ട് സ്കീം പ്രകാരം ക്യാഷ് പേയ്മെന്റ്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. COVID-19 വ്യാപനത്തെ ചെറുക്കുന്നതിന് ലെവൽ 3 അഥവാ ഉയർന്ന സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുമൂലം വ്യാപാരം അവസാനിപ്പിക്കുകയോ വ്യാപാരം കുറയുകയോ ചെയ്ത കമ്പനികളെ സഹായിക്കുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പണമൊഴുക്കിനെ അതിജീവിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലൂടെ ആഴ്ചയിൽ 5,000 യൂറോ വരെ ക്ലെയിം ചെയ്യുവാനും ബിസിനസ്സുകൾക്ക് കഴിയും. അയർലൻഡിലെ ഇന്നത്തെ ഫാസ്റ്റ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ പുതിയ വാർത്താവിശേഷങ്ങൾക്കായി www.irishvanitha.com സന്ദർശിക്കുക. നന്ദി.